അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആൻ വളരെ ആക്ഷേപിച്ച് പറഞ്ഞ, പേരെടുത്ത് നരകത്തിലാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിൻ്റെ ഇരു കാര്യങ്ങൾ നശിക്കട്ടെ, അങ്ങ് നശിച്ചിരിക്കുന്നു. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്. അവൻ്റെ സമ്പത്തോ സമ്പാദ്യം അവരെടുത്ത് ഐശ്വര്യമാക്കിയില്ല. സയസ്ല നാറൻ ദാത്ത ലഹബ്. ശേഷം കത്തിയാളുന്ന നരകത്തിൽ അവൻ പ്രവേശിക്കും. ബംറാത്തുഹു ഹമ്മാലത്തുൽ ഹത്തബ്. അവൻ്റെ ഭാര്യയും കടക്കും എന്നൊക്കെ ഖുർആൻ ആക്ഷേപിച്ച് പറഞ്ഞ വ്യക്തിയാണ് അബൂലഹബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അബൂലഹബിൻ്റെ പണി എന്താണ്? പരസ്യമായിട്ടുള്ള പ്രബോധനത്തിൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തോടുള്ള പ്രബോധനത്തിൽ എല്ലാവരും സഫാ കുന്തിൻ്റെ മുകളിൽ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ, തബ്ബലക യാ മുഹമ്മദ്, നിനക്ക് നാശം എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചപ്പോൾ, ആ ആക്ഷേപത്തിന് മറുപടി അല്ലാഹു തആല തന്നെ നേരിട്ട് ഖുർആനിൽ അവനിക്കെതിരെ മറുപടി പറഞ്ഞു. അവൻ നരകത്തിലാണെന്നും അവൻ്റെ ആദ്യമായിട്ട് ഇസ്ലാമിൻ്റെ ആ ഒരു കാര്യത്തെ അവൻ എതിർത്തല്ലോ. അവനേക്കാൾ ബുദ്ധിമുട്ടിച്ച ആൾ അബൂജഹലൊക്കെ അവൻ്റെ പേര് കൊടുത്ത് ഖുർആൻ ഒന്നും ആക്ഷേപിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവനിലേക്ക് സൂചിപ്പിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. അവൻ്റെ പേര് അബൂലഹബ് എന്ന് പറഞ്ഞതുപോലെ അബൂജഹൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനത്തെ അബൂലഹബ് അദ്ദേഹത്തിന് എല്ലാ തിങ്കളാഴ്ചയും ഒരു സന്തോഷം കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി മഹാന്മാരെ പാടിയ പാട്ട്, അന്നഹു ഇദാക്കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു. ഇദ്ദേഹം കാഫറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആക്ഷേപം വന്നിരിക്കുന്നു. വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദ. അവൻ്റെ രണ്ട് കരങ്ങളും നശിച്ചിരിക്കുന്നു ജഹീമിലായിട്ട്, എന്നൊന്നും നിലനിൽക്കുന്ന നരകത്തിലായിട്ട്. അത്ത അന്നഹു ഫിൽ യൗമി ഇത്നൈനി ദായിമൻ. എല്ലാ തിങ്കളാഴ്ചയിലും നിത്യമായിട്ട് യുഖഫഫു അൻഹു ലിസ്സറൂറി ബി അഹ്മദ. മുത്തുനബിയെ കൊണ്ട് സന്തോഷത്തിൻ്റെ പേരിൽ ഒരു ലഘൂകരണം കിട്ടുന്നുണ്ട്. എന്താ സന്തോഷിച്ചത്? തൻ്റെ അടിമയാകുന്ന സുവൈബത്തുൽ അസ്ലബിയ അവരെ മോചിപ്പിച്ചു. എന്താണ് കാരണം? തൻ്റെ കുടുംബത്തിലൊരു പ്രത്യേകമായ, തൻ്റെ കുടുംബക്കാരനാണ് അബൂലഹബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബക്കാരനാണ്. അപ്പോൾ കുടുംബത്തിലൊരു കുട്ടി ഇങ്ങനെ ജനിച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത കിട്ടിയതിൻ്റെ പേരിൽ തൻ്റെ അടിമയെ മോചിപ്പിച്ചതാണ്. ആ ഒരു മോചിപ്പിച്ച കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന് യഖ്റുജു ലഹു മിൻ ബൈനി ഇസ്ബഇഹി മാഉൻ യശ്രിബു. കുടിക്കാൻ പറ്റുന്ന നല്ലൊരു വെള്ളം ഇങ്ങനെ വെള്ളിൻ്റെ ഇടയിലൂടെ വരുന്നുണ്ടെന്ന്, അദ്ദേഹത്തിന് അങ്ങനെ കിട്ടുന്നുണ്ടെന്ന് സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് ആളുകളിലേക്ക് അറിയിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഫമാദന്ന ബിൽ അബ്ദില്ലദീ കാന ഉംറുഹു ബിഅഹ്മദ മസ്റൂറൻ വമാത മുവഹിദ. ഒരടിമയെപ്പറ്റി എന്താണ് ഭാവന? അദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ മുത്തുനബിയെ കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നവനായി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവൻ ഇസ്ലാമിലൂടെ മരിച്ചു. എന്തായിരിക്കും അവനക്ക് കിട്ടുന്ന അനുഭൂതികൾ? വലിയ നേട്ടങ്ങളായിരിക്കും. കാരണം ഒരു ഖുർആൻ ആക്ഷേപിച്ചു പറഞ്ഞ അബൂലഹബ് നരകത്തിലാണെന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇങ്ങനെ തങ്ങളെക്കൊണ്ട് സന്തോഷിച്ചതിൻ്റെ പേരിൽ ഒരു തിങ്കളാഴ്ച ദിവസം തങ്ങൾ ജനിച്ച സന്തോഷത്തിൻ്റെ പേരിൽ ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ വിശ്വാസികളാണ്, ഒരു നബിദിനം കൊണ്ടാടുമ്പോൾ അവിടുത്തെ മൗലിദുകളൊക്കെ ഓതി മദ്ഹുകളൊക്കെ പാടുമ്പോൾ നമുക്ക് വലിയ നേട്ടം കിട്ടും. അള്ളാഹു അതിന് ഭാഗ്യം നൽകട്ടെ. ആ രൂപത്തിലായിരിക്കണം